ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് വരുന്ന ഓഡിയൻസ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ജസ്റ്റ് ഫോളോവേഴ്സാണ്. പക്ഷെ അതൊരു ബ്രാൻഡിനെ സംബന്ധിച്ച് അവരൊരു കമ്മ്യൂണിറ്റിനാണ് ബിൽഡ് ചെയ്യുന്നത്. നമ്മളൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുമ്പോൾ ടാർഗറ്റ് ഓഡിയൻസിനെ അത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മിഷൻ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് പ്ലാൻ ചെയ്യണം, ഒതൻറ്റിക് ആവണം. ചില സ്കിൻ ബ്രാൻഡ്സ് എല്ലാം അവരുടെ പ്രൊഡക്റ്റ് ഒരൊറ്റ ഓവർനൈറ്റ് കൊണ്ട് സ്കിൻ ബ്രൈറ്റ് ആവും ഇങ്ങനെ എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇത് കാണുന്നവർക്ക് അറിയാം ഇതൊരിക്കലും നടക്കില്ല എന്നുള്ളത്. ലൈക്ക് ടെസ്റ്റിമോണിയൽസ്, കേസ് സ്റ്റഡീസ്, റിവ്യൂസ്, ഇതെല്ലാം നമ്മളെ കാണുന്ന ഓഡിയൻസിനെ കുറച്ചുകൂടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. നമ്മൾ പ്ലാൻ ചെയ്യുന്ന കോണ്ടൻറ്റ്സ് കസ്റ്റമർ സെൻട്രിക് ആവുക. വാട്ട്, വൈ, ഹൗ ഇങ്ങനെ ഒരു ഫോർമാറ്റാണ്. ലൈക്ക് വാട്ട് എന്താണ് നമ്മൾ കൊടുക്കുന്നത്, വൈ എന്തുകൊണ്ട് നമ്മളത് കൊടുക്കുന്നു, ഹൗ ഇതെങ്ങനെ യൂസ് ചെയ്യാം. ഇങ്ങനെ പ്ലാൻ ചെയ്താൽ അത് കാണുന്ന ഓഡിയൻസിന് കറക്റ്റായിട്ട് നമ്മുടെ ബ്രാൻഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ഫോളോവേഴ്സ് ഉണ്ടാവുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ ഫോളോവേഴ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിയൽ ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് പ്ലാൻ ചെയ്യുക. ഈ റിയൽ